സ്ഥലം ബാടിയാണ്. ഞാൻ കോഴിക്കോടാണ് പണിയെടുക്കുന്നത്. എല്ലാവരും ബോട്ടിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും. 2015 മുതൽ എനിക്ക് നടുവിന് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് തുടങ്ങിയതാണ്. ഞാൻ 6 ആസ്പത്രിയിലും വയനാട് വരെ ഞാൻ കയറി ഇറങ്ങി ചികിത്സിച്ചു, മരുന്നടിച്ചിട്ട് ഒരു കുറവുമില്ല. ഇന്നലെ ബ്രദർ വിളിച്ച് പറഞ്ഞു, ഒരു മകനെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള ഒരു മകനെ തൊട്ട് ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു. യേശുവേ ഒരുപാട് നന്ദി. എനിക്ക് കിടന്നുണ്ട് എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്നുണ്ട് എഴുന്നേക്കാൻ ഒരാളുടെ സഹായം എനിക്ക് നിർബന്ധമായിട്ട് പണിയെടുത്താലും കസേരപ്പുറത്ത് ഇരുന്നാൽ എഴുന്നേക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ഇന്ന് ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. അതിൻ്റെ റെസീറ്റുകളാണ്. എനിക്ക് ഡോക്ടറെ അടുത്ത് ഇന്ന് എക്സ്റേ എടുത്തിട്ട് ആ ഡെസ്ക് ഇങ്ങനെ കംപ്ലൈൻറ്റിൽ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് ഈ എല്ലുകൾ. ഇത് ആർക്കും എഴുന്നേക്കാൻ പറ്റത്തില്ല, ഉറപ്പുള്ള കേസാണ്. അതിപ്പോൾ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉള്ളവർക്ക് കുനിയാനാണെങ്കിൽ നല്ല സുഖം. ഉറക്കത്തിന് ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് ആ വേദനയുടെ നിലപാട് വെച്ച് ആദ്യം കഷ്ടപ്പെട്ട ദുരന്തത്തെ ഓർത്ത് ഞാൻ അങ്ങൊന്ന് ചോദിച്ചു, ഇത് എഴുന്നേക്കാൻ പറ്റുമോ ഈശോയെ, ബുദ്ധിമുട്ടാവും. ടക്കെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ഞാൻ 2:30 മണിക്ക് ജപമാല പഠിക്കാൻ തുടങ്ങി. ആ 2:30 മണി മുതൽ ആ 4:30 വരെ ഞാൻ ജപമാല പഠിച്ച് ഞാൻ ഓടയും ചാടയും തുള്ളി ചാടയായിരുന്നു വീട്ടിൻ്റെ അകത്ത് കിടന്നത്. എൻ്റെ വൈഫ് ഉറക്കമായിരുന്നു. വൈഫ് പറഞ്ഞു, ഇതൊരു സൗണ്ടാണല്ലേ കേൾക്കുന്നത്, ഇത് ആരാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, വീട്ടിൻ്റെ പുറത്ത് വല്ല കള്ളന്മാരുണ്ടായി എന്നുവെച്ചാൽ എരവരുത്ത് കള്ളന്മാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കേട്ടുണ്ടോ അതുവല്ല ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ എൻ്റെ വന്നില്ലല്ലോ ബ്രദറിൻ്റെ പ്രാർത്ഥനക്ക്. ഇന്ന് ആവശ്യം എനിക്ക് സന്തോഷം കൊണ്ട് കരയണോ എന്ന് വെച്ചാൽ ഞാൻ 2015 മുതൽ ഇന്നലെ വരെ ഞാൻ കരയായിരുന്നു. എൻ്റെ കണ്ണിൽ ഇനി കണ്ണുനീര് ബാക്കി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥന നന്ദി പറയും. 2015 മുതൽ നമ്മൾ 4 വർഷമായിട്ട് ഡിസ്കുകൾ ഇങ്ങനെ മുകളിൽ അല്ലേ തന്നെ കയറി ഇരുന്നിട്ടുള്ള പ്രയാസം ഓപ്പറേഷൻ പറഞ്ഞെന്നാണ്. ഇന്നലത്തെ ആരാധനയിൽ കർത്താവ് തൊട്ടു. ഈ പിതാവിന് കർത്താവ് സൗഖ്യം നൽകി. You are my healer. Oh Jesus, you are my